മാവൊന്നും കുഴക്കാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വീതം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ക്യാരറ്റും ക്യാബേജുമാണ് എടുക്കുന്നത്. ബീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ 1/2 കപ്പ് വീതം ക്യാരറ്റും ക്യാബേജും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി ആ ഒരു ക്യാബേജിൻ്റെയൊക്കെ റോസ്മെല്ലൊക്കെ പോണ സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുത്ത ചിക്കനാണ് കേട്ടോ. ഞാനിവിടെ 1 കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റ് ഇതിൽ നല്ല പോലെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിക്കൻ നല്ല പോലെ ഇളക്കിയെടുക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയാണെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. മൈദ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മൈദയുടെ ആ ഒരു റോസ്മെല്ലൊക്കെ പോകണം. അപ്പോൾ നല്ല പോലെ ഒന്ന് മൈദ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് സമയം എടുത്തിട്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഇതൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ വെള്ളം 1/2 ഗ്ലാസ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പാലും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ചേർക്കുമ്പോൾ എല്ലാം കൂടെ നല്ല പോലെ മിക്സായിട്ട് കിട്ടും. ഇനി ഈ പാലൊന്ന് കുറുകി വരട്ടെ. ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. ഇത് നല്ല പോലെ ഇതിലുള്ള വെള്ളമൊക്കെ അതായത് ഈ ഒരു പാലൊക്കെ വറ്റിച്ചെടുക്കണം. എന്നാലും നമുക്ക് നമ്മുടെ സ്നാക്ക് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഞാനിവിടെ 3 കളറിലുള്ള ക്യാപ്സിക്കം ഒരു 1/2 കപ്പാണ് ചേർത്തിട്ടുള്ളത് എല്ലാം കൂടെ. എന്നിട്ട് ഇതാ നല്ല പോലെ ഇളക്കി ഇതിലുള്ള ആ ഒരു പാലൊക്കെ വറ്റി വരുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് തണുത്താലും ഇതൊന്നും കൂടെ ഒന്ന് കട്ടിയായിട്ട് വരും കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും നല്ല ക്രീമി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ മയണൈസോ ചീസോ ഒന്നും ചേർക്കണില്ല. എന്നാലും നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇതാ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് ഇളക്കിയിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇത് തണുത്ത് വരുമ്പോഴേക്കും ഇതൊന്നുകൂടെ ഡ്രൈ ആവും കേട്ടോ. ഇനി ഇതാ ഇതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമ്മൾ തണുത്ത് വരുമ്പോൾ ഈ ഒരു കൂട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ച ആ ഒരു മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മളിവിടെ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് നല്ല പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ ഒരു ഐസ് സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് നമുക്കൊരു കട്ട്ലറ്റ് പോലെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഐസ് സ്റ്റിക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെ ആകുമ്പോൾ ഒരു പോപ്സിക്കിളിൻ്റെ പോലെ നമുക്ക് കിട്ടും. കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടമാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ എല്ലാ സ്നാക്സും ചെയ്യുന്ന പോലെ കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ സ്നാക്ക് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്യുക. അപ്പോൾ ഞാനത് ഡബിൾ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു കോട്ടിങ് കിട്ടും. വീണ്ടും കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കളർ മാറി കരിഞ്ഞു പോകും. അപ്പോൾ പെട്ടെന്ന് കോരിയെടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലായതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഇതിനുള്ളിലുള്ള എല്ലാ ഐറ്റംസും പൊട്ടാറ്റോ ആണെങ്കിലും നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഫില്ലിംഗ് ആണെങ്കിലും ഒക്കെ ഓൾറെഡി കുക്ക് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ മുകളിലുള്ള ഒരു കോഴിമുട്ടയും ബ്രെഡ് ക്രംസൊക്കെ ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എണ്ണ കുടിക്കില്ല, നല്ല പോലെ ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്നാക്ക്. ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് നല്ല പോലെ ഇഷ്ടമാവും കേട്ടോ.